നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇത്ര ശുദ്ധഗതിക്കാരിയാണെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഈ വിളി കാണിക്കുന്നതൊക്കെ നാടകമാ. തട്ടിപ്പിന്റെ മറ്റൊരു ഭാഗം. മീനാക്ഷി കൊച്ചു പറയുന്നത് പോലെ ഇവള് മറ്റെന്തോ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ചെയ്യാനുള്ള അവതരണ സീനാണ് ദാ ഇപ്പൊ ഇവിടെ അരങ്ങേറുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞ ആണെന്ന് ഞാൻ പറഞ്ഞ കൊറേ അനുഭവിച്ചതല്ലേ, അവള് തിരുത്തും. എത്ര പഠിച്ചാലും തിരുത്താത്ത ചില ജന്മങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവള്. ദേ മോള് വന്നു. നമുക്ക് ഇവളോട് ചോദിക്കാം. മോളെ സാവിത്രി, ദാ നീ ഇത് കണ്ടോ? കണ്ടു. അവള് തറ തുടക്കിയല്ലേ? അതിന് നിനക്ക് പുതുമയും തോന്നിയില്ലേ? എന്തു പുതുമ? രാജലക്ഷ്മി പറയുന്നത് അവൾ ആകെ മാറിപ്പോയി, അവൾക്ക് മാനസാന്തരം വന്നു. നിന്റെ അഭിപ്രായം എന്താ? അത് ചിലപ്പോ ശരിയായിരിക്കും. മനുഷ്യരെ കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത പലതും ചെയ്യിപ്പിക്കുന്നത് സാഹചര്യങ്ങളല്ലേ? സാഹചര്യങ്ങൾ കൊണ്ട് മാറാത്ത ചില ജന്മങ്ങളുണ്ട്. അതിലൊന്നാ ഇവള്, ഈ മൈഥിലി. അങ്ങനെ എഴുതി തള്ളരുത് കൈമളേട്ട. മനുഷ്യർക്ക് തിരുത്തി ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. കുറ്റബോധമുള്ളവരെ സ്നേഹത്തോടെ പരിഗണിക്കണം. മനുഷ്യർക്ക് നന്നാവാനും ചീത്തയാവാനും അധിക നേരം വേണ്ട. തെറ്റ് തിരുത്തി നല്ലവരായി ജീവിക്കുമ്പോ അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരുടെ ആവശ്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു തെറ്റിൽ നിന്ന് 1000 തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണയുമായി അവര് മടങ്ങിപ്പോവും. കേട്ടില്ല ഇതിന്റെ മോള് പറയുന്നത്? അവൾ നിന്നെ പോലെയല്ല, അവൾക്ക് ഹ്യൂമൻ സൈക്കോളജി അറിയാം. ഹ്യൂമൻ സൈക്കോളജി അറിയാമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അതിന് വലിയ വില കൊടുക്കണം. മനുഷ്യരുടെ അവകാശങ്ങളെ അംഗീകരിക്കാതെ വരുമ്പോ അവര് തീർച്ചയായിട്ടും അപകടകാരികളായിട്ട് മാറും. എന്താ മോളെ ഇത്? മോളും ദേവിയും ഈ അവസ്ഥയിൽ എന്റെ മുമ്പിൽ നിന്ന് കരയരുത്. അതെന്റെ ഒരു അപേക്ഷയായിട്ട് കരുത്. കരയരുതെന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൂട്ടിന് എനിക്ക് കാട് കയറുന്ന ചിന്തകൾ മാത്രമേ ഉണ്ടാവൂ. ഞാൻ ഒറ്റയ്ക്കിരുന്ന്
ഒത്തിരി കരയും. ഇനി കരയാൻ എനിക്ക് വയ്യ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ ജയിലിൽ കിടക്കുന്നത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. ഏയ്, ഒന്നുമില്ലടാ. ചില ജന്മങ്ങൾ അങ്ങനെയാ, പടുമുളകളായി മാറിപ്പോകും. കോടാനുകോടി മനുഷ്യർക്ക് ജന്മം കൊടുക്കുന്ന ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ജന്മ തന്നത്. എന്തു ചെയ്യാം, എന്റെ കാര്യത്തിൽ മാത്രം ദൈവം നിർവികാരനാണ്. അമ്മാവാ, മോനെ, നീ വിഷമിക്കില്ല മോനെ കാർത്തി. ഇത് സബ് ജയിലാണെങ്കിലും പോലീസുകാർ നിന്റെ സഹപ്രവർത്തകരാ. അവർ നിന്നെ കളിയാക്കും. മീനാക്ഷിക്ക് അവൾ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്ത പേടിയാ. എന്തിന്? അച്ഛനെ ഓർത്ത് എന്റെ മോള് പേടിക്കൊന്നും വേണ്ട. നമ്മളെല്ലാവരും ഒരു മരണത്തോട് കടപ്പെട്ടിരിക്കുന്നവരാ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അത് ജയിലിലായാലും പുറത്തായാലും. അരുതാത്തതൊന്നും പറയല്ലേ ചേട്ടാ. എന്റെ ജീവിതകാലമെല്ലാം അവിചാരിതങ്ങളായ അത്യാഹിതങ്ങളാൽ നിറഞ്ഞതല്ലേ ദേവി. ചേട്ട സങ്കടം കൊണ്ട് വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് തെറ്റാണോ ദേവി? ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവരുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്. മായാത്ത സ്മരണകളിൽ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് പുറത്തായപ്പോൾ ഞാൻ ഒരിക്കൽ മരിച്ചതാ. നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഞാൻ വീണ്ടും വന്നപ്പോൾ അത് ഒരു പുനർജന്മമായിരുന്നു. ഇനി എനിക്ക് മരിച്ചാലും ദുഃഖമില്ല. പലരുടെയും മനസ്സിലെ സ്മാരകശിലകളിൽ പാവപ്പെട്ട എന്റെയും പേരുണ്ടാവുമല്ലോ. ചേട്ടാ, അച്ഛാ, എന്താ വല്യമ്മാവ ഇത്? ഞാനൊരു കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്നത് കോടതിയല്ല, എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സാ. കോടതിയോ മനുഷ്യരോ എനിക്കൊരു വധശിക്ഷ വിധിച്ചാലും നിങ്ങളെല്ലാവരും എനിക്ക് കുറ്റവിമുക്തി നടത്തിയല്ലോ. അതാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ ഞാൻ ജീവിക്കും. അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ. എന്തിനാച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യമ്മാവൻ വെറുതെ മനസ്സിനായിട്ട് വിഷമിപ്പിക്കുക. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരിക്കൽ പോകേണ്ടതല്ല മോനെ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. മീനാക്ഷിയും ദേവിയും വെറും പാവങ്ങളാ. നീ നിന്റെ അമ്മയും മീനാക്ഷിയും ഒരിക്കലും കരയിപ്പിക്കില്ല എന്ന് ഈ വല്യമ്മാവന് നന്നായിട്ട് അറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.